വൈകുന്നേരം ഒരു 3 മണിയോളമായിട്ടുണ്ടാവട്ടെ. നമ്മളിപ്പോൾ ആഴക്കടലിലാണ് വല വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം അങ്ങോട്ട് മാറി നമ്മുടെ മുന്നിൽ കൂടി ഒരു കപ്പൽ ഇങ്ങനെ ഓടിപ്പോണേണ്ടി കാണുക. കൊച്ചിയിൽ കാണുന്ന കപ്പലാണ് മെയിനായിട്ട്. അപ്പോൾ അതെ വല വലിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ലോ പണി കണ്ടാൽ നമ്മൾ ഇപ്പോൾ എടുക്കുന്നത്. സ്ലോ പണിയായതിൻ്റെ പേരിൽ കുറച്ച് വൈകിയേ നമ്മൾ വലയെടുക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അതുപോലെ നമ്മുടെ ഗ്രൗണ്ടിൽ 1-2 ബോട്ടുകൾ 2-3 ബോട്ടുകളോളം ഉണ്ട് നമ്മുടെ ഗ്രൗണ്ടിൽ വലിക്കാനായിട്ട്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ടായി? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പുതിയൊരു വർഷം പുതിയൊരു തുടക്കമാവട്ടെ എല്ലാവർക്കും നല്ല രീതിയിൽ. അങ്ങനെ ഞങ്ങളിത് വലയെടുക്കാനായിട്ട് ആരംഭിച്ചേക്കേണ്ട. ബെന്നിച്ചിനോടെ അണിയത്തിടക്കാണ്. അതുപോലെ നമ്മുടെ സ്രാങ്ക് ഗിയറെല്ലാം തട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റോപ്പ് കയറി വല കയറി കഴിഞ്ഞിട്ട് എന്തൊക്കെ മീനുകളാണുള്ളതെന്ന് നമുക്ക് നോക്കാട്ടെ. ഏകദേശം 59-60 മാറോളം ആഴമുണ്ട് കേട്ടോ നമ്മിപ്പോൾ ഈ വലിച്ച സ്ഥലത്ത്. 60 മാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ് 6 അടിയാണ്. അപ്പോൾ 60 മാറെന്ന് പറയുമ്പോൾ 360 അടിയോളം താഴ്ചയുണ്ട്. ഈ 360 അടി താഴ്ചയുടെ പറ്റേ തൊട്ടില്ലെന്ന് പറഞ്ഞായിരിക്കുള്ളൂ നമ്മുടെ വല വന്നെ. സ്ലോ വലയാണല്ലോ. അപ്പോൾ ഈ ആഴക്കടലിൽ കാണുന്ന മീനുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള മീനുകളുണ്ടാവും. ഇഷ്ടംപോലെ ഈൽ ഫിഷുകളുണ്ടാവും. അങ്ങനെ പല സംഭവങ്ങളുണ്ടാവട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വല കയറി വരുമ്പോൾ നോക്കാം എന്തൊക്കെ മീനാണ് നമുക്കുള്ളതെന്ന്. അങ്ങനെ കോടൻ്റെ കപ്പിയും കൊടുത്ത് നമുക്ക് ഏറ്റേണ്ട. അപ്പോൾ പൊതുവേ ചരക്ക് കുറവാണ്. മീൻ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വല പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും വലക്ക് ഇങ്ങനെ ഒരു ലോഡ് വരുമ്പോൾ. അപ്പോൾ അതെ ചരക്ക് കിട്ടിയണ കുറവാണ്. നമുക്കിത് പൊട്ടിച്ച് നോക്കിയിട്ട് എന്തൊക്കെ മീനുകളാണുള്ളതെന്ന് നമുക്ക് നോക്കാട്ടെ. ഒട്ടുമിക്കതും വളത്തിന് പറ്റിയ പടിഞ്ഞാറൻ കടലിൽ ആഴക്കടലിൽ കിട്ടുന്ന മീനുകളാണ് കൂടുതലും കിട്ടിയേക്കണത്. എല്ലാം നല്ല മീനുകൾ എന്ന് പറയാനായിട്ട് നമുക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് കണവ, ഒരു 1/2 ബോക്സോളം കണവ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീനൊക്കെ ഉണ്ട്. ഇതാണ് മീശമാധം എന്ന് പറയും, കണ്ണാടി വറ്റാന്നൊക്കെ പറയും കേട്ടോ. കണ്ട അതും അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഒരു 2 മോത കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഉണ്ണിമേരി ഉണ്ട്. പിന്നെ കൂടുതലും കിട്ടിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരലാണ്. ആരൽ
ആരല് പായൻ അങ്ങനെ പല പല പേരുണ്ട് ഇതിനെ. പാമ്പിൻ്റെ ഇതായിട്ട് ആദ്യമായിട്ട് കാണുന്നവർ ചിലപ്പോൾ പാമ്പാണെന്ന് വിചാരിക്കുള്ളൂ, പക്ഷെ ഇത് പാമ്പല്ല കേട്ടോ. ഇതൊരു ഈൽ ഫിഷിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു മീനാണ്, കഴിക്കാനൊക്കെ ഉപയോഗിക്കും. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് പട്ടി കടിക്കണ പോലെയാണ് ഈ സാധനം പിടിച്ച് കടിക്കണത് നമ്മളെ. നല്ല കടി കടിക്കോട്ടെ. അതുപോലെ കണ്ട ഇതുപോലെ കിടന്നിങ്ങനെ ഇളകി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അവിടെ. ഇതിൻ്റെ കച്ചവടം കൊണ്ടിട്ട് നമ്മുടെ ഹാർബറിൽ. അപ്പോൾ അത്യാവശ്യം വലുതിനെ മാത്രം എടുക്കുള്ളൂ, ചെറുതൊക്കെ ആണെങ്കിൽ തിരിച്ച് കടലിലേക്ക് തന്നെ കളയോട്ടെ. മുക്കാ ബോക്സോളം കണവയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതെല്ലാം വളത്തിനാണ്. അപ്പോൾ നമ്മൾ നേരെ വലെടുത്തിട്ട് ഓടിപ്പോവുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ബോട്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഒരു കപ്പൽ ഓടിപ്പോണത് കാണുന്നേട്ടാ. APJ എന്നാണ്ട കപ്പലിൻ്റെ പേര്. ഓയിൽ ടാങ്കറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം സ്പീഡിലാണ് പോകണം. നമുക്ക് കാണുന്ന പോലല്ല 14-17 നോട്ടിക്കൽ മൈൽ സ്പീഡെങ്കിലും കുറഞ്ഞുണ്ടാവട്ടെ. കപ്പലുകൾക്ക് ബോട്ടിനേലും സ്പീഡ് ഉണ്ടാവും. അപ്പോൾ അതേ തിരമാലകളെയൊക്കെ മുറിച്ചിടന്ന് പോവുകയാണ്. വീണ്ടും നമ്മുടെ ഓട്ടം തുടർന്നുകൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ ഓടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ലിൻ്റെ മുകളിലേക്കാണ്. കാരണം കടലിൻ്റെ അടിയിൽ ഇഷ്ടംപോലെ കല്ലുകളും മലകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ പോയിട്ട് ആങ്കർ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് കല്ലിൻ്റെ മുകളിൽ പോയിട്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് രാത്രി സമയത്ത് നമ്മുടെ ഈ ഊളാവ് എന്ന് പറയുന്ന മീനില്ലേ, അത് ഇഷ്ടംപോലെ കല്ലും ഉണ്ടാവും. അപ്പോൾ ആ ചൂണ്ടിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കല്ലിൻ്റെ മുകളിൽ നോക്കിയിട്ട് സ്രാങ്കത ആങ്കർ തട്ടിക്കോളാനായിട്ട് പറഞ്ഞിട്ടാ. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഈ കടലിൽ എങ്ങനെയാണ് പാറകളൊക്കെ കണ്ടുപിടിക്കണേന്ന്. എല്ലാം GPS നമ്പറും അതുപോലെ ഉടക്കെന്ന് പറയുന്ന ആപ്പിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയുണ്ടാകും. അങ്ങനെ സ്റ്റോർ റൂം തുറന്ന് നമ്മ ഇര എടുക്കുകയാണ്. ഇര എന്താണ് യൂസ് ചെയ്യണതെന്ന് കാണണ്ടേ. അപ്പോൾ കഴിഞ്ഞ വലയിൽ കിട്ടിയ കുറച്ച് വൈശാലി ഉണ്ടായി. വൈശാലി എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അതായത് നമ്മുടെ ഈ കൂന്തലിനാണ് വൈശാലി എന്ന് പറയുന്നത്. വൈശാലി കൂന്തൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അറ്റം ഇങ്ങനെ കൂർത്തിരിക്കും. ചില സ്ഥലങ്ങളിൽ ഈ സൂചിക്കൂന്തൽ എന്നൊക്കെ പറയൂട്ടെ. അപ്പോൾ ആദ്യം തന്നെ ജോമോൻ ചേട്ടനാണ് ടെസ്റ്റ് ചെയ്ത് നോക്കണത്. പുള്ളിക്കാരൻ ഇട്ട് നോക്കിയിട്ട് മീനിൻ്റെ കൊത്തലുണ്ടായില്ലേ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത എല്ലാവരും കൂടി ഇടാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളവരുടെ വല പണിയാനുള്ളത് പണിതുകൊണ്ടിരിക്കേണ്ട. വെള്ളമൊഴുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണമല്ല, കടലിൽ നല്ല ഒഴുക്കായിരിക്കും ഉണ്ടാകും. അപ്പോൾ വെയിറ്റൊക്കെ ഇട്ടാണ് നമ്മൾ നേരെ ഇരയിടുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ ഒരു 59 മാറ് 60 മാറോളം വെള്ളമുണ്ട്. അപ്പോൾ ആദ്യം ചൂണ്ട മൊത്തം ഇറക്കി വിട്ടിട്ട് അടി മുട്ടിച്ചിട്ട് ഒരു മാറ് നമ്മൾ പൊക്കി ഇങ്ങനെ പിടിക്കോട്ടെ. ബോട്ട് കടലിൽ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലപ്പണി അറിയണ ആളുകളും അതുപോലെ എഞ്ചിൻ സൈഡിൻ്റെ പണി അറിയണവരും പിന്നെ നമ്മുടെ ഈ കടലിൽ വല ചുറ്റി നമ്മുടെ പങ്കേമൊക്കെ ചുറ്റി കഴിഞ്ഞാൽ അതിറങ്ങിച്ചെത്താൻ അറിയണ ആളുകൾ എല്ലാവരും ഉണ്ടാവട്ടെ. അപ്പോൾ തുടക്കം തന്നെ ജോമോൻ ചേട്ടന് ഒരു ബാറക്കുട അല്ലെങ്കിൽ നമ്മുടെ ഊളാവ് പിടിച്ചേക്കണേണ്ടി ഈ കാണുന്നത്. ഇത് കണ്ട, ഇതാണ് നമ്മുടെ ഊളാവ് എന്ന് പറയുന്ന മീനിട്ടാ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതട്ടാ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മീനാണ്. ഈ കല്ലിൻ്റെ മുകളിൽ നിൽക്കുന്ന മീനുകൾ പൊതുവേ അങ്ങനെയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് അടുത്തതും ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വിനു ചേട്ടനും അങ്ങനെ ഒട്ടുമിക്ക ആളുകളും ചൂണ്ടിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂണ്ടയിൽ കിട്ടുന്ന മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു റേറ്റാണ്. കാരണം വലയിൽ കിട്ടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഇത്ര നേരം ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് അതിൻ്റെ ആ ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ പോയായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ ചൂണ്ടയിൽ കിട്ടുന്ന മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വേറെ വിലയാണ്. കാരണം അതിൻ്റെ ആ ഒരു തിളക്കവും അതുപോലെ ആ ഒരു ഫ്രഷ്നെസ്സൊക്കെ അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. എല്ലാം കിട്ടിയ മീനെ പിടിച്ച മീന ശരിക്കും നമ്മൾ ചൂണ്ടപ്പണിക്കല്ല വന്നേക്കണത്, ഫിഷിങ്ങിനാണ്. കല്ലിൻ്റെ മുകളിൽ ആങ്കർ ചെയ്ത് ചൂണ്ടിട്ട് നോക്കിയപ്പോൾ മീൻ കിട്ടിയതിൻ്റെ പേരിലാണ്ട് എല്ലാവരും ചൂണ്ടിട്ട് ഇങ്ങനെ ഇരിക്കണത്. മജന്ത കളർ കുപ്പായം തിളങ്ങണം മിന്നാണ്. എവിടെ പോണ്? അയ്യോ പേക്കുന്നുണ്ടാ. ചേട്ടൻ അടിച്ചിരിക്കുകയാണ്. ചേട്ടനും കേട്ടിരിക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ കയ്യിലിരിക്കണ ഈ മുതലാണ്ട നമ്മുടെ ഊളാവ് എന്ന് പറയുന്ന മീനിട്ട്. ഇതിൻ്റെ പല്ലുമ്മ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല കട്ടിയുള്ള പല്ലാണ്. അപ്പോൾ ഈ മീനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഇത് നോക്കി വാങ്ങിച്ചോ. ഇതാണ് നമ്മുടെ ഊളാവ് അല്ലെങ്കിൽ ബാരക്കുട എന്ന് പറയട്ടെ. അപ്പോൾ ഫ്രഷ് ആണല്ലേ എന്നൊക്കെ നോക്കാനായിട്ട് ചെകള നോക്കിയാൽ മതി. അതിൻ്റെ ആ ഒരു ചെകള ചുമന്ന കളറാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഫ്രഷ് മീനായിരിക്കുള്ളൂ. അതല്ല അതിൻ്റെ ആ ഒരു കളർ ഫെയ്ഡായിട്ടിരിക്കുകയാണെങ്കിൽ പഴക്കമുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ അതേ കണ്ണൻ ചേട്ടനും അടുത്തൊരു ഊളാവിന് ഇങ്ങനെ പൊക്കിയെടുത്തുണ്ട് കേട്ടോ. നമ്മൾ കടലിൽ ചൂണ്ടിടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുഴയിലിടുന്ന പോലെയല്ല, കാത്തിരിക്കൊന്നും വേണ്ട. ചറവറാന്ന് ഒരെണ്ണത്തിനെ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചറവറാന്നും പറഞ്ഞ് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അത് മാത്രമല്ല എന്തൊക്കെ മീൻ പിടിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതിൻ്റെ വലുതൊരെണ്ണമുണ്ട് നെടുവ എന്ന് പറയുന്ന മീൻ. ഈ ഊളാവിനെ വലിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ നെടുവ വന്ന് അടിക്കും, ചിലപ്പോൾ നെയ്മീൻ വന്ന് അടിക്കും. അങ്ങനെ പല പല മീനുകൾ കടിക്കോട്ടെ. ചിലപ്പോൾ ഈ കുളത്തും ഇതൊക്കെ പൊട്ടിച്ചുകൊണ്ടുപോകണത് ഇതുണ്ടാവും. അങ്ങനെ അവസാനം നമ്മുടെ സ്രാങ്ക് ഇറങ്ങിയിട്ടുണ്ട്. സ്രാങ്കിൻ്റെ ഒരുത്തനെ അങ്ങോട്ട്
മീൻ ഒരു പ്രാവശ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മീനുണ്ടെന്നാണ് അർത്ഥം, കൊത്തനുണ്ടെന്നാണ്. ഈ ഊളാവിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലിൻ്റെ മുകളിൽ ഒരു കൂട്ടമായിട്ട് നിൽക്കുന്ന മീനാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അവിടെ വല വലിച്ചുകൂടിയെന്ന്. ശരിക്കും അവിടെ നമുക്ക് വല വലിക്കാൻ പറ്റില്ല. വല വലിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 2 പുള്ളിക്കൊക്കെ മീനെ കിട്ടും. പക്ഷേ വല കീറി തുണ്ടായി പോകും. കാരണം പാറയും പവിഴപ്പുറ്റും എല്ലാം കൊണ്ടും നിറഞ്ഞിരിക്കുന്ന സ്ഥലമായിരിക്കുള്ളൂ അത്. അപ്പോൾ അത് ഇഷ്ടം പോലെ മീൻ ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ മീൻ വേണമെങ്കിലും പിടിക്കട്ടെ. അതായത് ഈ ഊളാവ് മാത്രമല്ല കിട്ടണം, ഊളാവ് ഒരു കൂട്ടം അവിടെ ഉള്ളതിൻ്റെ പേരിൽ അത് മാത്രം കിട്ടുന്നത്. ചിലപ്പോൾ നമുക്ക് നെയ്മീനെ കിട്ടും, പിന്നെ ഇതിൻ്റെ ഒരു വലുതുണ്ട് നെടുവ എന്ന് പറയുന്ന മീൻ, അതിനെ കിട്ടും. അങ്ങനെ പല മീനുകൾ നമുക്ക് കിട്ടോട്ടെ. അതുപോലെ ചൂണ്ടപ്പണിക്കോണ ബോട്ടുകളില്ല, അതായത് നമ്മുടെ ഈ വാളയുടെ പണി, തളയൻ, റിബൺ ഫിഷ് എന്നൊക്കെ പറയില്ല, അതിൻ്റെ പണിക്കോണ ബോട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചൂണ്ടുണ്ടാക്കുന്നത് അടിപൊളിയാണ്. കുളച്ചിക്കാരാണ് മെയിനായിട്ട് ഇതിൻ്റെ പ്രൊഫഷണൽസ്. അവർ ഒരു ചൂണ്ടയിൽ തന്നെ 12 കുളത്തോളം ഉണ്ടാക്കിയിടും. 12 കുളത്തുണ്ടാക്കിയിട്ടാണ് നമ്മൾ നേരെ കടലിലേക്ക് ഇര എന്താണ് ഉപയോഗിക്കണതെന്ന് അറിയോ? തളയനെ തന്നെയാണ് അവർ ഇരയായിട്ട് ഉപയോഗിക്കുന്നത്. അതേസമയം ഇപ്പോൾ 12 കുളത്തിനകത്ത് ഇര ഇട്ടിട്ട് നേരെ കടലിലേക്ക് ഇട്ട് ആ ഒരു 12 കുളത്തിനകത്ത് 8 എണ്ണത്തിലെങ്കിലും മീൻ ഉണ്ടാവട്ടെ. അതേസമയം ഒരു മീൻ അതുമ്പോൾ കടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇരയമ്മ കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഇര അവർ ഉപയോഗിക്കൂല, മീൻ എടുക്കൂല. ഇതിൻ്റെ കാര്യത്തിലും അങ്ങനെ ഉണ്ടാവും. ഒരു കൂന്തൽ നമ്മൾ നേരെ ഇട്ട് ആ കൂന്തലിനെ കുറച്ച് പീസ് കടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ കൂന്തൽ ഈ മീൻ ഭക്ഷിക്കൂല. ഫ്രഷ് ആയിരിക്കണം. ഫ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തനായിരിക്കണം ഈ മീൻ. അപ്പോൾ തളയനെ പിടിക്കണ പോലെ 12 കുളത്തിട്ട് ഈ മീനെയും പിടിച്ചുകൂടെ, അപ്പോൾ കാര്യം എളുപ്പമാവൂലെന്ന് പലരും ചിന്തിക്കും. പക്ഷേ ഈ മീനെ പിടിക്കാനായിട്ട് നമുക്ക് അങ്ങനെ പറ്റില്ല. കാരണം ഇത് ഭയങ്കരമായിട്ട് പിടയ്ക്കുകയും ചെയ്യും. നല്ല സ്പീഡുള്ളൊരു മീനുമാണ് ഈ ബാറക്കൂട എന്ന് പറയുന്ന മീൻ. അപ്പം മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ റിബൺ പോലെ ഇങ്ങനെ കിടക്കുള്ളൂ. വെള്ളത്തിലാണെങ്കിലും വെയിറ്റ് ഒന്നും അധികം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ അങ്ങനെ കിടക്കും ചൂണ്ടയിൽ. പക്ഷെ ഇതങ്ങനെയല്ല, ഓടിക്കളിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ. ഇത് നോക്കിയേ, ഉണ്ണിച്ചേട്ടൻ വലിച്ചു കയറ്റാൻ നോക്കിയ ഒരു ഊളാവാണ്. അതിൻ്റെ നടുക്കുന്ന അങ്ങോട്ടില്ലട്ടാ. ഈ വലിച്ചെടുക്കുന്ന സമയത്ത് വേറെ ഏതോ മീൻ കടിച്ചുകൊണ്ട് പോയിക്കണേ കാണണം. ചിലപ്പോൾ ഇതിൻ്റെ വലുത് തന്നെ ആയിരിക്കാം, നെടുവ എന്ന് പറയുന്ന മീനായിരിക്കാം. എല്ലാന്നുണ്ടെങ്കിൽ നെയ്മീനായിരിക്കുള്ളൂ. കാരണം അതിൻ്റെ ആ പല്ലിങ്ങനെ പോറിപ്പോയിക്കണ പാടുണ്ട് അതിൻ്റെ ശരീരത്തിൽ. കുഞ്ഞച്ചൻ ചേട്ടൻ പിടിക്കണ മീനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള പുള്ളിക്കാരൻ്റെ സൈസിനനുസരിച്ചുള്ള മീനുകളെ ഉണ്ട് പുള്ളിക്കാരൻ പിടിക്കണത്. അപ്പോൾ അതെ, ഈ മീനെ പിടിക്കുമ്പോൾ ഈ മീനൊരു ഒച്ചെടുക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചതേ കേട്ടോട്ടെ. ഒച്ചെടുക്കണം മീൻ. ഏഴേ മുക്കാൽ 8 മണിയായപ്പോൾ തുടങ്ങിയ ചൂണ്ടിടൽ ഇപ്പോൾ ഏകദേശം ഒരു 12 മണി 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ആഴമാണ് ഈ കാണുന്ന 51 മാറാണ്ടി കാണുന്ന ആഴം. കല്ലിൻ്റെ മുകളിലാണ്. അപ്പോൾ കാറ്റൊക്കെ വന്ന സമയത്ത് ആങ്കറി കിടക്കണതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോട്ട് നീങ്ങിയൊക്കെ ചെയ്യോട്ടെ. എന്നാലും മീൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീനിൻ്റെ കൊത്തൽ അല്ലെങ്കിൽ മീനിൻ്റെ ലഭ്യത എപ്പോൾ നമുക്ക് നിൽക്കണം. അപ്പോൾ അത്ര നേരം വരെ നമ്മൾ ചൂണ്ടിടും. അപ്പോൾ ഈ എടുക്കണ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 to 50 അതായത് 50% മുതലാളിമാർക്കും 50% പണിക്കാർക്കുമാണ്. കാരണം ഇത് നമ്മൾ ചൂണ്ടപ്പണിക്ക് വേണ്ടി വന്നേക്കണമല്ലോ, ഫിഷിങ്ങിന് വന്നേക്കണതിൻ്റെ ഇടയിൽ മീനെ കിട്ടണതിൻ്റെ പേരിൽ നമ്മൾ ചൂണ്ടിടണേണ്. അപ്പോൾ ഇതിൻ്റെ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാതിപ്പാതിയാണ്. പണിക്കാർക്ക് 50%, മുതലാളിമാർക്ക് 50%. അപ്പോൾ ഏകദേശം 1 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടോ. നല്ല കാറ്റ് വീശുന്നുണ്ട്, മീനിൻ്റെ ലഭ്യത കുറയുകയും ചെയ്ത്, അതുപോലെ നല്ല മഴക്കുള്ളൊരു കോളും ഉണ്ട്. അപ്പോൾ പുട്ടും ഗ്രീൻ പീസ് കറിയും ഉണ്ട്, അതുപോലെ ചോറും നെയ്മീൻ കറിയും ഉണ്ട് കേട്ടോ. ഏത് വേണമെങ്കിലും എടുക്കുക. ചോറ് കുറച്ച് പേർക്കുള്ളപ്പോൾ നമ്മുടെ കുഞ്ഞച്ചൻ ചേട്ടൻ ചോറും നെയ്മീൻ കറിയാണ് എടുത്തത്. അപ്പോൾ എന്തൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ, പക്ഷേ ജനറേറ്ററിൻ്റെ സൗണ്ട് ആയതിൻ്റെ പേരിലൊന്നും ക്ലിയർ ആവുണ്ടായില്ല. അതുപോലെ ഞാനെടുത്തത് ചോറും മീൻ കറിയാണ്. ആ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഫ്രഷ് മീനും കൂട്ടി ചോറ് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ല, അത് വേറെ എങ്ങും കിട്ടൂല കേട്ടോ. അങ്ങനെ നമ്മൾ പിടിച്ച മീനുകളെല്ലാം നേരെ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോകേണ്ട. ഏകദേശം 3 ബോക്സ് നിറയെ നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ചൂണ്ടേ കിട്ടിയ ഊളാവിനെ നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കാൻ പോകേണ്ട. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂണ്ടേ കിട്ടിയതായതുകൊണ്ട് 8 രൂപ 10 രൂപ അങ്ങനെ റേറ്റുകൾ പലതും ഇങ്ങനെ മാറി വരും കേട്ടോ. അതേസമയം വലയെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് ഇത്രയും റേറ്റ് വരില്ല. അങ്ങനെ നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നേരെ കള്ളിയിലേക്ക് ഇട്ട് ഐസ് ചെയ്യുമല്ലോ. ഇപ്പോൾ നേരെ പ്ലാറ്റ്ഫോമിനകത്ത് ഐസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് മീൻ ഇടണീണ്. ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു വെള്ളവും ഇതൊക്കെ അങ്ങോട്ട് ഇറങ്ങി നല്ല കട്ടിയാവും മീൻ. അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ കള്ളിയിലിട്ട് ഐസ് ചെയ്യുള്ളൂ. അപ്പം 3 ബോക്സാണ് നമുക്ക് കിട്ടിയത് ഇത്ര നേരം ചൂണ്ടിട്ടിട്ടാ. 2 ചൂരയും കിട്ടിയിട്ടുണ്ട്. കണ്ട ഇതുപോലെ ഐസ് കൊണ്ടൊരു ബെഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നേരെ മീൻ തട്ടി കൊടുക്കേണ്ട.
അപ്പോൾ ഇനി നാളെ ആകുമ്പോഴേക്കും ഇത് നമ്മൾ കള്ളിയിലേക്ക് സ്റ്റോർ ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞ് നേരെ കിടന്നുറങ്ങാൻ പോയിണ്. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വെളുപ്പിന് 4 മണി 4:30 ആകുമ്പോൾ എണീക്കണം. നേരെ ആങ്കർ എടുത്തിട്ട് വലിയിടാനായിട്ട് നമ്മൾ ഓടോട്ടെ. അപ്പോൾ ഇതാണ് ബോട്ടിലെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.